നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റിന്റെ കടമെടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷൻ ആയിരുന്നു അല്ലെ. അപ്പൊ ഈ കടമെടുക്കുക അല്ലെങ്കിൽ ഡെറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിന് മാത്രം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ അല്ല. ഈ ബോണ്ട് അല്ലെങ്കിൽ ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ഗവൺമെന്റും ഉപയോഗിക്കാറുണ്ട്, പ്രൈവറ്റ് കമ്പനികളും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഡിസ്കഷൻ ഒരു ജനറൽ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. എന്താണ് ബോണ്ട് എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ. അപ്പൊ ബേസിക്കലി ബോണ്ട് എന്ന് പറയുന്നത് ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷനോ അവരുടെ റവന്യൂ ഷോർട്ട് ഫോള് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തിനു ഉപയോഗിക്കാം, കമ്പനിയൊക്കെ ആണെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്നല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, അല്ലെങ്കിൽ ഈ കമ്പനികൾ ഉപയോഗിക്കുന്ന വേറൊരു റൂട്ടാണ് എന്ത്, ഈ ബോണ്ട് എന്ന് പറയുന്ന ഒരു റൂട്ട്. ബോണ്ട് എന്ന് പറയുന്നത് വിച്ച് ഈസ് വെരി സിമിലർ ടു ലോൺ. ലോൺ ആണെങ്കിൽ ബാങ്കിൽ നിന്ന് എടുക്കും, ബോണ്ട് ആണെങ്കിൽ അവരത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള ആളുകൾ ആ ബോണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ വാങ്ങാം. അതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ബോണ്ട്സ് എന്ന് പറയുന്നത് ജനറലി ഒരു ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഡെറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും, രണ്ട് ആളുകൾ ഉണ്ടാവും. ഒരാൾ എന്ന് പറയുന്നത് എന്താ, എക്സ്ട്രാ അല്ലെങ്കിൽ കയ്യില് അഡീഷണൽ പൈസ ഉള്ള ഒരാള്, ഇൻവെസ്റ്റ്മെന്റ് കയ്യിലുള്ള ആള്, അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സി, ക്രെഡിറ്റർ. പൈസ കടം കൊടുക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റർ. ഇനി പൈസ കടം എടുക്കുന്ന ആളെ ഞാൻ വിളിക്കുന്ന പേരാണ് ഡെറ്റർ. ഓക്കെ അല്ലെ? അപ്പൊ പൈസ കടമെടുക്കുന്ന ആളുണ്ട്, പൈസ റിസീവ് ചെയ്യുന്ന ഒരാളുണ്ട് അല്ലെ. അപ്പൊ ഈ സിറ്റുവേഷനിലാണെങ്കിൽ ക്രെഡിറ്റർ ഡെപ്റ്റർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യും? മണി പ്രൊവൈഡ് ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അയാൾക്ക് പൈസ പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തേലും അതിനൊരു ബാക്കിംഗ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിന് വേണ്ടി ഒരു ഇൻസ്ട്രുമെന്റ് വേണ്ടേ? ബാങ്കിൽ നിന്ന് നിങ്ങൾ ലോൺ എടുക്കാൻ പോയാൽ ബാങ്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഡിമാൻഡ് ചെയ്യാറുണ്ടോ? എന്താ ഡിമാൻഡ് ചെയ്യാറ്? എന്തേലും കൊളാറ്ററൽ ഡിമാൻഡ് ചെയ്യും. ഈ കൊളാറ്ററൽ എന്ന് വെച്ചാൽ എന്താ അതിന്റെ മീനിങ്? ഇൻ കേസ് നിങ്ങൾ ബാങ്കിലേക്ക് പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്കിന്റെ പൈസ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ്. അതെന്താവാം? നിങ്ങളുടെ വല്ല പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റ് ആവാം, ഗോൾഡ് ആവാം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്, അപ്പൊ ഇവിടെ സെയിം മെക്കാനിസം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോവാ. ക്രെഡിറ്റർ ഡെപ്റ്ററിന് മണി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഡെപ്റ്റർ ക്രെഡിറ്ററിന് ഒരു ഇൻസ്ട്രുമെന്റ് ഇൻ റിട്ടേൺ കൊടുക്കും. അതിനെയാണ് നമ്മൾ ഈ ഡെറ്റ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ജനറലി അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബോണ്ട്. ജനറലി അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബോണ്ട്. ഈ ബോണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആർക്കാണ് കടം കൊടുക്കുന്ന ആള്, അയാൾ തിരിച്ചു തരുന്ന ഉറപ്പുണ്ടെങ്കിലല്ലേ നമ്മൾ അയാൾക്ക് കടം കൊടുക്കുള്ളൂ. അപ്പൊ യൂഷ്വലി ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് എന്തായിരിക്കും? ഹൈ ട്രസ്റ്റ് ഉള്ള കമ്പനികളായിരിക്കും. എല്ലാ കമ്പനികൾക്കും ബോണ്ട് ഇറക്കാൻ വേണ്ടി പറ്റില്ല. ഈ ബോണ്ട് മാർക്കറ്റൊക്കെ നിയന്ത്രിക്കുന്നത് RBI അല്ല, വേറൊരാളാണ്. സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ എല്ലാ കമ്പനികൾക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഈ പറയുന്ന ബോണ്ട് ഇറക്കാൻ പറ്റില്ല. സെബി ഹൈ റേറ്റിംഗ്സ് കൊടുക്കുന്ന കമ്പനികൾക്കാണ് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ബോണ്ടിന്റെ ഉള്ളിലും പല കമ്പനികൾക്ക് പല ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കയ്യിൽ 1000 rupees പൈസ ഉണ്ട്. ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയും ബോണ്ട് ഇറക്കുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിലുള്ള ഒരു ലോക്കൽ കമ്പനിയും ഒരു ബോണ്ട് ഇറക്കുന്നുണ്ട്. നിങ്ങൾ ആരുടെ ബോണ്ട് ആയിരിക്കും മേടിക്കാൻ സാധ്യത? ടാറ്റ. വൈ? ടാറ്റ എന്ന് പറയുന്നത് ഒരുപാട് ബിസിനസ് ഉള്ള, ഒരുപാട് മോണിറ്ററി ബേസ് ഉള്ള, ഒരുപാട് വർഷം വർക്ക് ചെയ്ത് ട്രസ്റ്റ് ഉള്ള ഒരു സ്ഥാപനമാണ്. എന്തായിരിക്കും പ്രത്യേകത? അവർക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ അവര് നമുക്ക് തിരിച്ചു തരുന്ന നമുക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് അല്ലെ. അവിടെ എന്ത് കൂടുതലായിരിക്കും? ടാറ്റയ്ക്ക് കടം കൊടുത്താൽ റിസ്ക് കുറവായിരിക്കും. റിസ്ക് കുറവാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? ഒബ്വിയസ്ലി കുറവായിരിക്കും. നാട്ടിലുള്ള കമ്പനി ആണെങ്കിലോ എപ്പോഴാ പൂട്ടിപ്പോവാന്ന് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പൊ അവന് കടം കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് കൂടുതലാ? റിസ്ക് കൂടുതലായിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? ഹയർ ആയിരിക്കും. ഈ കമ്പാരിസൺ ഗവൺമെന്റ് ബോണ്ടുകളിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. ഇന്ത്യ ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ബോണ്ട് ഇറക്കുന്നുണ്ട്. US ഗവൺമെന്റും ഒരു ബോണ്ട് ഇറക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ടെണ്ണത്തില്
രാജ്യവിരുദ്ധനാവൂട്ടോ അതിന്റെ ഉത്തരം പറഞ്ഞ. എന്നാലും എക്കണോമി ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ടെണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യും? ആത്മനിർഭർ ഭാരത് മാറ്റിവെക്കി. നിങ്ങൾ ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക? വൈ? ഡോളർ ഇറക്കുന്നതേ അവരല്ലേ. അപ്പൊ എന്താണ്? ട്രസ്റ്റ് ഓഫ് ദി ഗവൺമെന്റ് വുഡ് ബി ഹയർ. ഇപ്പൊ US ഇറക്കുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, ഇന്ത്യയിൽ ഹയർ ആയിരിക്കും. അപ്പൊ ഓരോന്നിനും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതും കുറയുന്നതും എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ട്രസ്റ്റിനെ അല്ലെങ്കിൽ കോൺഫിഡൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ജനറൽ ടൈമുകൾ എന്തൊക്കെയാണ്? എക്സസ് മണിയുള്ള ആള് ക്രെഡിറ്റർ, കടമെടുക്കുന്ന ആള് ഡെറ്റർ. ഇനി ക്രെഡിറ്റർ മണി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഡെറ്റർ ഇൻ റിട്ടേൺ എന്ത് പ്രൊവൈഡ് ചെയ്യും? ബോണ്ട് പ്രൊവൈഡ് ചെയ്യും. ഗവൺമെന്റിന്റെ കേസിലാണെങ്കിൽ ഈ ബോണ്ടിനെയാണ് എന്തെന്ന് പേര് വിളിക്കുക? GSEC അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് പേര് വിളിക്കും. കമ്പനികളുടെ കേസിലാണെങ്കിൽ അതിനെ കോർപ്പറേറ്റ് ബോണ്ട് എന്ന് പേര് വിളിക്കും. എന്തെന്ന് പേര് വിളിക്കുക? കോർപ്പറേറ്റ് ബോണ്ട് എന്ന് പേര് വിളിക്കും. ഇപ്പൊ ബാങ്കിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കിട്ടില്ലേ? ബോണ്ടിന്റെ കേസിൽ ഇൻട്രസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൂപ്പൺ റേറ്റ്. ഒരു വ്യത്യാസമില്ല കേട്ടോ, സെയിം കൺസെപ്റ്റ്. ബാങ്കിൽ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതിനെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയും. ബോണ്ടിൽ നമ്മൾ പൈസ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ റിട്ടേണിനെ വിളിക്കുന്ന പേരാണ് കൂപ്പൺ റേറ്റ്. വിത്ത് എക്സാമ്പിൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യൂടാ, ഒരു ബോണ്ടിന്റെ എക്സാമ്പിൾ എടുത്തിട്ട്. ഇപ്പൊ എന്താണ് ഈ കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്? സാധാരണ പൈസ കടം കൊടുത്തു കഴിഞ്ഞാൽ 6 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴോ ഡെപ്റ്റർ ക്രെഡിറ്ററിന് കൊടുക്കുന്ന പേയ്മെന്റ് ആണ് കൂപ്പൺ റേറ്റ്. അതിനുശേഷം എത്ര വർഷത്തേക്കാണ് കടമെടുത്ത് കടത്തിന്റെ കാലാവധി കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പൽ എമൗണ്ടും തിരിച്ചു കൊടുക്കും. പ്രിൻസിപ്പൽ എമൗണ്ടിന് ഇവിടെ വിളിക്കുന്ന പേരാണ് ഫേസ് വാല്യൂ. ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ എഴുതട്ടെ. നിങ്ങൾക്ക് പരിചയമുള്ള ബാങ്കിന്റെ പേരില്, ബാങ്കിലാണെങ്കിൽ നമ്മൾ കടമെടുക്കുന്ന പൈസേനെ എന്താ മക്കളെ പേര് വിളിക്കുക? പ്രിൻസിപ്പൽ അല്ലെ? ബാങ്കിലാണെങ്കിൽ നമ്മൾ കടമെടുക്കുന്ന പൈസയെ പ്രിൻസിപ്പൽ. ബോണ്ട് മാർക്കറ്റിലാണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പേര് വിളിക്കും? ഫേസ് വാല്യൂ. എന്തെന്ന് പേര് വിളിക്കുക? ഫേസ് വാല്യൂ. ബാങ്കിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേണിന് എന്തെന്ന പേര് വിളിക്കുക? ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ്. ബോണ്ടിലാണെങ്കിൽ നമ്മൾ അതിന് വിളിക്കുന്ന പേര് കൂപ്പൺ റേറ്റ്. ഇത്രയൊക്കെയാണോ? ഇത്രയൊക്കെയാണോ? ജസ്റ്റ് കമ്പയർ ചെയ്ത് പഠിക്കുക, അപ്പൊ മറക്കില്ല. നമ്മൾ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിനെ പ്രിൻസിപ്പൽ, അല്ലെങ്കിൽ ബാങ്ക് ലോൺ കൊടുക്കുകയാണെങ്കിൽ ലോൺ എടുക്കുന്ന പൈസയെ പ്രിൻസിപ്പൽ എന്ന് പേര് പറയും. ബോണ്ടിൽ അതിനെ ഫേസ് വാല്യൂ എന്ന് പറയും. ബാങ്കിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോൺ എടുക്കുമ്പോൾ അടയ്ക്കേണ്ട പൈസ ഇൻട്രസ്റ്റ് റേറ്റ്. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റിന് എന്തെന്ന് പേര് വിളിക്കും? കൂപ്പൺ റേറ്റ്. അടുത്തൊരു ടൈമാണ് yield. ഒരു ബോണ്ടിൽ നിന്ന് നമുക്ക് എത്രത്തോളം വരുമാനമാണ് കിട്ടുന്നത്, ആ കിട്ടുന്ന റിട്ടേണിന് അല്ലെങ്കിൽ വരുമാനത്തിനെ വിളിക്കുന്ന പേരാണ് yield. yield എന്ന ഇംഗ്ലീഷ് വേർഡിന്റെ മീനിങ് എന്താ? ക്രോപ്പ് yield എന്ന് പറഞ്ഞ് നിങ്ങൾ ജോഗ്രഫിയിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ പഠിക്കും. എന്താ ഈ ക്രോപ്പ് yield എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ കൾട്ടിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഓഫ് ക്രോപ്പിനെയാണ് ക്രോപ്പ് yield എന്ന് പറയും. ഇപ്പൊ ബോണ്ട് yield എന്ന് വെച്ചാൽ എന്തായിരിക്കും? ബോണ്ടിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് yield. ഓക്കെ ആണോ? ഇത്രയൊക്കെ ആണോ? ബോണ്ട് എന്താന്ന് പരിചയപ്പെട്ടു. ബോണ്ട് എന്താ? ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. കമ്പനിയോ ഗവൺമെന്റോ കടമെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ബോണ്ട്. ബോണ്ടിന്റെ ജനറൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ബോണ്ട് എന്ന് പറയുന്നതിന്റെ ടൈം പീരീഡ് ഗ്രേറ്റർ ദാൻ 1 ഇയർ ആണ്. അപ്പൊ ഇത് ഏത് ടൈപ്പ് ഇൻസ്ട്രുമെന്റാ? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണോ? ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണോ? ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. ബോണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ടാണ് ഇയാളെ നിയന്ത്രിക്കാൻ ആര് കയറി വന്നിട്ടുള്ളത്? സെബി. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിനെ നിയന്ത്രിക്കുന്നത് RBI. അടുത്ത ഡിഫറൻസ് കേട്ടോ. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നത് 1 വർഷത്തിനേക്കാൾ ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേട്ടോ എന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. ബോറടിക്കേണ്ട, വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്. അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ ടൈം പീരിയഡ് വുഡ് ബി ലെസ് ദാൻ 1 ഇയർ. It is controlled by or supervised by RBI. Capital market ആണെങ്കിൽ time period would be higher than 1 year and it is controlled or overviewed by SEBI. ഇനി ഒരു ബോണ്ടിന്റെ ഒരു ജനറൽ റെപ്രസെന്റേഷൻ.
ഇങ്ങനെയാണ് ബോണ്ടിന്റെ ഇത്. ഇത്ര പൈസ വാങ്ങി കൂട്ടി അത് ഇന്ന ടൈമിൽ തിരിച്ചു കൊടുക്കും. അങ്ങനെ കഥയൊക്കെ എഴുതിയിട്ടുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ അത്. അപ്പൊ എന്താണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്? നമ്മൾ എടുക്കുന്ന ആ പൈസ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ടിനെയാണ് ഫേസ് വാല്യൂ. ഓരോ ബോണ്ടിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് എത്ര രൂപയുടെ ബോണ്ടാ? 100 റുപ്പീസിന്റെ ബോണ്ടാണ്. ഇതാണെങ്കിലോ 100 റുപ്പീസ് ആൻഡ് 10 ഓൺലി, 110 രൂപയുടെ ബോണ്ടാണ്. ഇതാണെങ്കിലോ 10 റുപ്പീസ് ബോണ്ട്. എത്രയാണോ പ്രിൻസിപ്പൽ എമൗണ്ട് അതിനെ വിളിക്കുന്ന പേര് ഫേസ് വാല്യൂ. ഇനി ബോണ്ടിന്റെ സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ലോണും ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ബോണ്ടും ലോണും നമ്മൾ കമ്പയർ ചെയ്തപ്പോ രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റി എന്താ? ബോണ്ടും ലോണും തമ്മിൽ രണ്ടും ആക്ച്വലി എന്ത് തന്നെയാണ്? കൈൻഡ് ഓഫ് ഡെറ്റ് ആണ് അല്ലെ? ബോണ്ട് ആണെങ്കിലും ലോൺ ആണെങ്കിലും രണ്ടും കൈൻഡ് ഓഫ് ഡെറ്റ് തന്നെയാണ്. ഇനി ലോൺ ആണെങ്കിൽ അവിടുത്തെ കൊളാറ്ററൽ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ലോൺ എന്ന് പറയുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആവാം, ഗോൾഡ് ആവാം, അതേപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം അല്ലെ? ബോണ്ട് ആണെങ്കിൽ ആക്ച്വലി അവിടുത്തെ കൊളാറ്ററൽ എന്ന് പറയുന്നത് എന്താണ്? ട്രസ്റ്റ് ഓഫ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അല്ലാതെ നമ്മൾ ബോണ്ട് ഒരു കമ്പനിയുടെ മേടിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച് കമ്പനിയുടെ സ്ഥലോ കാറോ സ്വത്തോ ഒന്നും നിങ്ങളുടെ പേരിൽ എന്ത് ചെയ്യില്ല, എഴുതി തരുന്നില്ല. നമ്മൾ ആ ബോണ്ട് വാങ്ങുന്നത് എന്തിലുള്ള ട്രസ്റ്റ് ആണ്? കൊളാറ്ററൽ എന്ന് പറയുന്നത് എന്താ? ദിസ് ട്രസ്റ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ അല്ലെ? ഇനി ബോണ്ടും ലോണും തമ്മിലുള്ള അടുത്ത വ്യത്യാസം, നിങ്ങൾ ഒരു കമ്പനിയിൽ നിന്ന് ഒരു ലോൺ എടുത്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കമ്പനിയിൽ കുറച്ച് പൈസ, ബാങ്കിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ബാങ്കിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഓക്കെ അല്ലേ? ഈ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് വേറൊരാൾക്ക് വിൽക്കാനോ വാങ്ങാനോ പറ്റുമോ? നമുക്ക് ആ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യാം? വേറെ ആൾ. ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് ബോണ്ടും ലോണും തമ്മിലുള്ളത് എന്താണ്? നമ്മളിവിടെ ഡിഫറൻസ് മാർക്ക് ചെയ്യാം. ഇതൊന്നും എവിടെ ചോദിക്കുന്ന കാര്യമല്ല, പ്രിലിമിനറിക്ക് ചോദിക്കുന്നതല്ല. നിങ്ങൾക്ക് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊരു ക്ലാരിറ്റി വേണം. അതുകൊണ്ടാണ് കേട്ടോ. ലോൺ അതേപോലെ തന്നെ ബോണ്ട് രണ്ടും തമ്മിലുള്ള ആദ്യത്തെ സിമിലാരിറ്റി എന്ന് പറയുന്നത് രണ്ടും ഒരു തരത്തിലുള്ള കടമെടുക്കലാണ് അല്ലെ? ലോൺ ആണെങ്കിലും ബോണ്ട് ആണെങ്കിലും അവിടെ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്? ലോൺ എടുക്കുന്ന ആളാണെങ്കിലും ബോണ്ട് വിൽക്കുന്ന ആളാണെങ്കിലും അൾട്ടിമേറ്റ്ലി ചെയ്യുന്നത് എന്താണ്? കൈൻഡ് ഓഫ് ഡെറ്റ് അല്ലെങ്കിൽ കടമെടുക്കലാണ്. ശരിയല്ലേ? ഈ രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ലോൺ എടുക്കുന്ന ആളാണെങ്കിൽ അയാൾ അവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു ഫിസിക്കൽ കൊളാറ്ററൽ കൊടുക്കുന്നുണ്ട്. എന്ത് ഫിസിക്കൽ കൊളാറ്ററൽ എന്ന് പറയുന്നത്? ഡോക്യുമെന്റ് ആവാം, ഗോൾഡ് ആവാം, അല്ലെങ്കിൽ മേ ബി ഒരാളുടെ സാലറി സർട്ടിഫിക്കറ്റ് ആവാം. നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ പലപ്പോഴും തരുന്നത് എന്തിനെ പ്ലഡ്ജ് ചെയ്തിട്ടാണ്? നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റിനെ പ്ലഡ്ജ് ചെയ്തിട്ടല്ലേ? അപ്പൊ നമുക്ക് ലോൺ ആണെങ്കിൽ അവിടെ ഒരു ഫിസിക്കൽ കൊളാറ്ററൽ ഉണ്ടാവും. ബോണ്ട് ആണെങ്കിലോ അവിടുത്തെ കൊളാറ്ററൽ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ട്രസ്റ്റ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് ഇഷ്യൂയിങ് ദി ബോണ്ട്. ഓക്കെ ആണോ? പ്രശ്നമില്ലല്ലോ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ബോണ്ട് ആണെങ്കിൽ യു ക്യാൻ സോൾവ് ദി ബോണ്ട്. ബോണ്ട് നമുക്ക് വിൽക്കാനും വാങ്ങാനും പറ്റും. ബോണ്ട് വിട് റീസെന്റ് ഡേയ്സിൽ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള കാര്യം, കമ്പനികളുടെ ഷെയറുകൾ പല ആൾക്കാരും ട്രേഡ് മാർക്കറ്റിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ? ഷെയർ എന്ന് പറഞ്ഞ എന്താ? ഒരു കമ്പനിയുടെ ഓണർഷിപ്പ്. ആ ഓണർഷിപ്പ് നിങ്ങൾ വാങ്ങും, പൈസ കൂടുതൽ കിട്ടുമ്പോൾ നിങ്ങൾ വിൽക്കും. മിക്കവാറും സമയത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ പൈസ പോവും. ശരിയല്ലേ? അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ക്ലാരിറ്റി ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ച ഷെയർ പലപ്പോഴും ചെറിയ പൈസക്കൊക്കെ വിൽക്കേണ്ടി വരാം. ട്രേഡിങ്ങിനെ കുറിച്ച് നല്ല അറിവുള്ള ആൾക്കാരാണെങ്കിൽ 100 രൂപയുടെ 110 120 ആവുമ്പോൾ എന്ത് ചെയ്യും? വിൽക്കും. അൾട്ടിമേറ്റ്ലി ഉദ്ദേശം എന്താ? പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാം. അത്തരത്തിലൊരു ഷെയർ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് എന്ത് വിൽക്കാനും വാങ്ങാനും പറ്റും? ബോണ്ടുകൾ വിൽക്കാനും വാങ്ങാനും പറ്റും. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ എവിടെ ഇല്ല? ബാങ്ക് ലോണിൽ ഇല്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു ബാങ്ക് ലോൺ ആണെങ്കിൽ നമുക്ക് വാങ്ങാൻ വിൽക്കാം, അല്ലെങ്കിൽ ബാങ്കിൽ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് വേറൊരാൾക്ക് കൊടുക്കാനും വാങ്ങാനും പറ്റില്ല. ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ബോണ്ട് ആണെങ്കിൽ യു ക്യാൻ ഈസിലി ബൈ ആൻഡ് സെൽ ദി ബോണ്ട്. ദിസ് ഈസ് ദി മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ലോൺ ആൻഡ് ബോണ്ട്. ഓക്കെ ആണല്ലോ?
ഇനി അടുത്ത 2 പോയിന്റ്സ് എഴുതിയിട്ടുള്ളത് നോക്കിയേ. ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ബോണ്ട് വിൽ വേരി അക്കോർഡിംഗ് ടു ദി ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഷെയർ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഷെയർ മാർക്കറ്റിൽ ട്രേഡ് നടത്തുന്നത്? നിങ്ങളൊരു ഷെയർ വാങ്ങി വെക്കണു, ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഇപ്പോ ന്യൂസ് പേപ്പർ ഒക്കെ വായിച്ചപ്പോ മനസ്സിലായി നിങ്ങൾ വാങ്ങി വെച്ച കമ്പനി നഷ്ടത്തിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു ഹിന്റ് കിട്ടി. നിങ്ങൾ ആ കമ്പനിയുടെ കൂടുതൽ ഷെയർ വാങ്ങി വെക്കുകയാണോ ചെയ്യുക, കയ്യിലുള്ള ഷെയർ വിൽക്കുകയാണോ ചെയ്യുക? കയ്യിലുള്ള ഷെയറും കൂടി വിൽക്കും. എന്താ കാരണം? ആ കമ്പനി ലോസിലേക്ക് പോവുകയാണെങ്കിൽ ആ കമ്പനിയുടെ വാല്യൂ കുറയും. കമ്പനിയുടെ വാല്യൂ കുറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി അതിന്റെ ഷെയർ പ്രൈസ് എന്തുണ്ടാവും? കുറയും, നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവും അല്ലെ? അപ്പോ ആ കമ്പനിയുടെ ഡിമാൻഡ് കുറഞ്ഞപ്പോ ആ കമ്പനിയുടെ ഷെയർ വാല്യൂ കുറഞ്ഞില്ലേ? സിമിലർലി നമ്മൾ ആ വാങ്ങി വെച്ചിട്ടുള്ള കമ്പനിയുടെ ഷെയർ അടുത്ത ബഡ്ജറ്റിൽ, നിങ്ങൾ വാങ്ങി വെച്ചിട്ടുള്ള കമ്പനി എന്ന് പറയുന്നത് ഒരു എനർജിയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയുടെ ഷെയറാണ്. ഗവൺമെന്റ് അടുത്ത ബഡ്ജറ്റില് എനർജി സെക്ടറിന് ഒരുപാട് ഇൻസെന്റീവ്സുമായിട്ട് വരാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് എന്തിനുള്ള ഹിന്റാ? നിങ്ങൾ വാങ്ങി വെച്ച കമ്പനിക്ക് കുറച്ചും കൂടി ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? ആ കമ്പനിയുടെ ഷെയർ ഇപ്പൊ തന്നെ വാങ്ങി വെക്കും. എന്തിനാ? ഭാവിയിൽ അതിന്റെ പൈസ കൂടും, നമുക്കത് വിൽക്കാൻ വേണ്ടി പറ്റും. ശരിയാണോ? സെയിം ടെക്നോളജി എവിടെ അപ്ലിക്കബിൾ ആണ്? ബോണ്ടിന്റെ പൈസ മാർക്കറ്റിലെ ആ കമ്പനിയുടെ ബോണ്ടിന് ഡിമാൻഡിനും സപ്ലൈക്ക് അനുസരിച്ച് അതിന്റെ പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ ആണോ? ഷെയർ ആയിട്ട് കമ്പയർ ചെയ്യണത് കൺസെപ്റ്റ് ക്ലിയർ ആവാനോ കേട്ടോ. ഷെയർ പോലെ തന്നെയാണ് ബോണ്ട് വർക്ക് ചെയ്യുന്നത്. ഷെയർ ആണെങ്കിൽ പ്രോഫിറ്റ് കിട്ടും, ബോണ്ട് ആണെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂപ്പൺ റേറ്റ് കിട്ടും. ഇത്രേ വ്യത്യാസമുള്ളൂ. മനസ്സിലായോ? ഷെയർ ആണെങ്കിൽ കമ്പനിയുടെ ലാഭത്തിന്റെ ഒരു വിഹിതം പ്രോഫിറ്റ് കിട്ടും, ബോണ്ട് ആണെങ്കിൽ റെഗുലർ ആയിട്ട് ഇൻട്രസ്റ്റ് കിട്ടും. അത്രേ വ്യത്യാസമുള്ളൂ. രണ്ടും എന്ത് ചെയ്യാം? വാങ്ങാം, വിൽക്കാം. പ്രൈസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്യും. നെക്സ്റ്റ് വൺ, മാർക്കറ്റ് പ്രൈസസ് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു yield റേറ്റ്. എക്സാമ്പിൾ വെച്ച് കാണിക്കാതെ ഈ എക്സാമ്പിളിലൂടെ അത് ക്ലിയർ ആവും കേട്ടോ. ഫസ്റ്റ് എക്സാമ്പിൾ, സെക്കൻഡ് എക്സാമ്പിൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. 2 എക്സാമ്പിൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യും. എന്താണ് മാർക്കറ്റ് പ്രൈസും yield റേറ്റും തമ്മിലുള്ള വ്യത്യാസം? ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ് പറയുന്നത്? ഗവൺമെന്റ് ഇഷ്യൂസ് എ ബോണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് ബോണ്ടിന് എന്തെന്ന് പേര് വിളിച്ചു? ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യണം. ഗവൺമെന്റ് സെക്യൂരിറ്റിയുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ആ ബോണ്ടിന്റെ പ്രിൻസിപ്പൽ അല്ലെ, 100 രൂപ. ഗവൺമെന്റ് അവിടെ ഓഫർ ചെയ്യുന്ന കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ എന്താ? ഇൻട്രസ്റ്റ് റേറ്റ്. എത്ര ശതമാനമാണ്? 8%. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ ഈ ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ബോണ്ട് 100 രൂപയ്ക്ക് വാങ്ങുകയാണെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 100 രൂപ തിരിച്ചും കിട്ടും, 8 രൂപയും കിട്ടും ഇൻട്രസ്റ്റ്. ഈ ബോണ്ട് 4 വർഷത്തേക്കുള്ളതാണെങ്കിലോ, ആദ്യത്തെ 1 വർഷം കഴിയുമ്പോൾ ഒരു 8 രൂപ കിട്ടി, രണ്ടാമത്തെ വർഷം കഴിയുമ്പോൾ ഒരു 8 രൂപ കിട്ടി, മൂന്നാമത്തെ വർഷം കഴിയുമ്പോൾ ഒരു 8 റുപ്പീസ് കിട്ടി, നാലാമത്തെ വർഷത്തിലോ 100 റുപ്പീസ് പ്ലസ് 8 റുപ്പീസ് കിട്ടും. ഓക്കെ ആണോ പ്രൊസീജിയർ? പ്രശ്നമില്ലല്ലോ. ഇനി ഈ 2 സിറ്റുവേഷനിലെ ഞാൻ yield കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാ. ഈ ബോണ്ടിൽ നിന്നുള്ള yield എന്ന് പറയുന്നത് എത്രയാണ്? 100 രൂപയുടെ ബോണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തപ്പോ ബോണ്ടിന്റെ കാലാവധി 1 ഇയർ ആണെന്ന് മാത്രം കൺസിഡർ ചെയ്യും. നിങ്ങൾ എത്ര രൂപ കൊടുത്തിട്ട് ബോണ്ട് വാങ്ങിയേ? 100 റുപ്പീസ്. സംശയമില്ലല്ലോ. 1 ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര പൈസയാണ്? ഫേസ് വാല്യൂ 100ഉം കിട്ടും, കൂപ്പൺ റേറ്റ് 8 രൂപയും കിട്ടും. yield എന്ന് പറയുന്നത് എന്തായിരിക്കും? ദി റിട്ടേൺ ഫ്രം ദി ബോണ്ട്. റിട്ടേൺ എന്ന് പറയുന്നത് 108 ആണോ 8 ആണോ? 100 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതല്ലേ? അപ്പൊ ആ ബോണ്ടിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയ പൈസ എത്രയാ? 8 രൂപ ഡിവൈഡഡ് ബൈ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എത്രയാ? 100 റുപ്പീസ് ഇൻറ്റു 100. ഇവിടെ 8% ആണ് നിങ്ങളുടെ എന്ത് എന്ന് പറയുന്നത്? yield എന്ന് പറയുന്നത്. ഇതുവരെ ഓക്കെ ആണോ? ഇവിടെ 8% ആണ് yield അല്ലെങ്കിൽ yield റേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് വാ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഞാനൊരു ബോണ്ട് വാങ്ങി. ബോണ്ട് ഞാൻ വാങ്ങിയത് 100 രൂപയ്ക്ക്. ചില പ്രത്യേക കാരണങ്ങളാൽ എനിക്ക് പൈസയ്ക്ക് ഒരു അത്യാവശ്യം വന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് ആ ബോണ്ട് വിറ്റിട്ട് കാശ് വേണം. മറിച്ച് നിങ്ങൾ ഒരാൾക്ക് ലോൺ കൊടുത്ത് അതേപോലെ തിരിച്ചു കിട്ടുമോ? ഇല്ല. ബോണ്ടിന്റെ ഗുണം എന്താ? എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസയുടെ അത്യാവശ്യം വന്നു. ഞാൻ ആ 100 രൂപയുടെ ബോണ്ട് ഒരു അത്യാവശ്യത്തിന് എത്ര രൂപയ്ക്ക് വിറ്റു? 98 രൂപയ്ക്ക് വിറ്റു, കയ്യിൽ നിന്ന് ഒഴിവാക്കി. ഓക്കെ അല്ലേ? അപ്പൊ എയുടെ yield റേറ്റ് ഞാൻ അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 8%. ബിയുടെ yield റേറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും?
ബിയുടെ yield റേറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അഗെയിൻ ബിക്ക് കിട്ടുന്ന കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് എത്രയാ? 8 രൂപ തന്നെയല്ലേ കിട്ടുള്ളൂ അയാൾക്ക്. കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് 8 രൂപയായിരിക്കും. ബി ഇൻവെസ്റ്റ് ചെയ്ത പൈസ എത്രയാ? 100 അല്ല. എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള? 98 റുപ്പീസ് ആണ് അല്ലെ? ഇൻറ്റു 100 yield റേറ്റ് എത്രയാ? 8.16. ഇതിൽ നിന്ന് നമുക്ക് മാർക്കറ്റ് പ്രൈസും yield റേറ്റും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാലോ. മാർക്കറ്റ് പ്രൈസ് 100 ആയിരുന്നപ്പോ yield റേറ്റ് എത്രയാ? 8%. മാർക്കറ്റ് റേറ്റ് 98 ആയപ്പോ yield റേറ്റ് എത്രയാ? 8.16. അപ്പൊ എന്താണ് മാർക്കറ്റ് പ്രൈസും yield റേറ്റും തമ്മിലുള്ള റിലേഷൻ? മാർക്കറ്റ് പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ yield റേറ്റ് ഇൻക്രീസ് ചെയ്യും. yield റേറ്റ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ബോണ്ട് ചീപ്പർ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ബോണ്ടിൽ നിന്നുള്ള നിങ്ങളുടെ റിട്ടേൺ എന്തായിരിക്കും? ഹയർ ആയിരിക്കും. ഇത് നേരെ തിരിച്ചു പറഞ്ഞ ഞാന് 100 രൂപയ്ക്ക് വാങ്ങിയ ബോണ്ട് ഞാൻ ബിക്ക് വിൽക്കണത് 102 രൂപയ്ക്കാണെങ്കിലോ? ഗവൺമെന്റ് ബോണ്ടിന് നല്ല ഡിമാൻഡ് ആയിരുന്നു മാർക്കറ്റിൽ. ഞാൻ 100 രൂപയുടെ ബോണ്ട് 102 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ ബിയുടെ yield റേറ്റ് പുതിയത് എത്രയാ? ബിയുടെ പുതിയ yield റേറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതന്നെ ബിയുടെ yield റേറ്റ് എന്ന് പറയുന്നത് അഗൈൻ 8 രൂപ തന്നെയല്ലേ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുള്ളൂ ആ ബോണ്ടിന്. ഡിവൈഡഡ് ബൈ അയാൾ എത്ര രൂപയെ സ്പെൻഡ് ചെയ്തേ? 102 ഇൻറ്റു 100. ഒബ്വിയസ്ലി ഇത് എന്തിനേക്കാളും കുറവാ? 8%-നേക്കാളും കുറവാണ് അല്ലെ? അപ്പൊ എന്താണ് അടുത്ത പോയിന്റ്? മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ yield റേറ്റ് അല്ലെങ്കിൽ ബോണ്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. എക്സാമ്പിൾ വെരി ക്ലിയർ അല്ലേ? പൊട്ടൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി വായിച്ചു നോക്കി മൂന്നാമത്തെ പോയിന്റ്. ഇത് ഒരിക്കൽ മനസ്സിലാക്കിയാൽ മതി കേട്ടാ. വളരെ എളുപ്പമുള്ള കൺസെപ്റ്റ്. ഒരിക്കൽ മനസ്സിലാക്കിയാൽ മതി. എന്താണ് റിലേഷൻ? മാർക്കറ്റ് പ്രൈസും yield റേറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ ആണോ? ബുദ്ധിമുട്ടില്ലല്ലോ? എക്കണോമിക്സ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അറിയാം. അന്ന് കേട്ടപ്പോ ഇതൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കോൺസെപ്റ്റുകളായിരിക്കും. ഇത് എളുപ്പമല്ല ഇപ്പൊ മനസ്സിലാക്കാൻ. ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പഠിക്കണത്. കാരണം എക്കണോമിക്സ് പഠിച്ച കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ ചിരി വരും. എന്താ കാരണം? അന്ന് ഇതൊരു തേങ്ങ മനസ്സിലായിട്ടുണ്ടാവില്ല നിങ്ങൾക്ക്. ശരിയല്ലേ? ആയിരിക്കും. കാരണം നമ്മൾ ഇത് പഠിക്കുന്നത് എക്സാമ്പിൾ വെച്ചിട്ടാ. എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയി പോകും. കേട്ടോ? ഞാൻ എക്കണോമിക്സ് പഠിച്ച ഒരാളല്ല. ഞാൻ UPSCക്ക് മാത്രം വേണ്ടി എക്കണോമിക്സ് പഠിച്ച ആളാ. എന്റെ ഉദ്ദേശം എനിക്കത് മനസ്സിലായാലാണ് ഇവിടെ എഴുതാൻ പറ്റുള്ളൂ, പേപ്പറിൽ എഴുതാൻ പറ്റുള്ളൂ. ഞാൻ എക്സാമ്പിൾ വെച്ച് പഠിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ട ഒരിക്കലും അതിന്റെ മീനിങ് മനസ്സിലാവില്ല. അതിന്റെ മീനിങ് ആണ് ഞാനിപ്പോ വിത്ത് എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ അല്ലേ? സർ, ഈൽഡ് റേറ്റും കൂപ്പൺ റേറ്റും ഈക്വൽ ആയിരിക്കും? ഒരാള് ഗവൺമെന്റ് ബോണ്ട് ഫസ്റ്റ് ടൈം വാങ്ങുന്ന സമയത്ത് അങ്ങനെയല്ലേ എന്റെ കണക്ഷൻ അല്ലേ? yield റേറ്റും കൂപ്പൺ റേറ്റും സെയിം ആവില്ലല്ലോ. yield റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്ററിൽ നമ്മൾ മേടിച്ച ഫേസ് വാല്യൂം കൂടി ഇല്ലേ മോളെ? നമ്മൾ മേടിക്കുന്ന പൈസ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇൻറ്റു 100 ചെയ്യുന്നതല്ലേ. കൂപ്പൺ റേറ്റിൽ പ്രോസസ് ഒന്നുമില്ലല്ലോ. കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് എന്താ? ഫേസ് വാല്യൂ 100 ആണെങ്കിൽ ഗവൺമെന്റ് 8%. മോള് ചോദിച്ച ചോദ്യം ഞാൻ ഒന്നും കൂടി ക്ലാരിറ്റിയിൽ ചോദ്യമായിട്ട് പറയാം. എ പൈസ മേടിക്കുമ്പോൾ കൂപ്പൺ റേറ്റ് 8% അല്ലേ? ബി ബോണ്ട് മേടിക്കുമ്പോഴും 8% അല്ലേ? അതല്ലേ ചോദ്യം എക്സാക്ട്ലി? അതായത് അല്ലേ? എയും ബിയും അല്ലെങ്കിൽ ഇനി സി മേടിക്കുമ്പോഴും കൂപ്പൺ റേറ്റിൽ മാറ്റം ഉണ്ടാവോ എന്നല്ലേ ചോദ്യം? അതെ അതെ. ആര് ആ ബോണ്ട് മേടിച്ചാലും കൂപ്പൺ റേറ്റിൽ വ്യത്യാസമില്ല. അവര് ആ ബോണ്ട് പർച്ചേസ് ചെയ്യുന്ന പൈസയിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടാ. അപ്പൊ അതിൽ ഈ പർച്ചേസ് ചെയ്യുന്ന വ്യത്യാസം yield റേറ്റിലോട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമല്ലോ, മൈനസ് ഫേസ് വാല്യൂ അല്ലേ? നമ്മൾ yield റേറ്റിലേക്ക് എന്താ മോളെ? നമുക്ക് ഗവൺമെന്റ് ഇപ്പൊ ആര് മേടിച്ചാലും, എ ബോണ്ട് മേടിച്ചാലും ബി ബോണ്ട് മേടിച്ചാലും സി ബോണ്ട് മേടിച്ചാലും ഗവൺമെന്റ് ആ ബോണ്ടിന് കൊടുക്കുന്നത് എത്ര രൂപയാണ്? 10 രൂപയും ആ ഗവൺമെന്റിലേക്ക് ആ ബോണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ 100 രൂപയും തിരിച്ചു കൊടുക്കും. മനസ്സിലായോ? അല്ലാതെ ഗവൺമെന്റിന് എ വാങ്ങിയെന്നോ ബി വാങ്ങിയെന്നോ സി വാങ്ങിയെന്നോ ഗവൺമെന്റിന് ഒരു ഡിഫറൻസിയേഷനും ഇല്ല. ആ ബോണ്ടിൽ ഗവൺമെന്റ് എന്ത് മാത്രമേ പേ ചെയ്യുള്ളൂ? റിട്ടേൺ കൊടുക്കുന്നത് കൂപ്പൺ റേറ്റ് 8 രൂപ ഓരോ വർഷം കൊടുക്കും. മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ 100 രൂപയും 8 രൂപയും ചേർത്ത് കൊടുക്കും. ഗവൺമെന്റിന് അത്രേ ഉള്ളൂ പരിപാടി. നമുക്ക് ആ ബോണ്ടിൽ നിന്ന് എത്രത്തോളം ലാഭം കിട്ടുന്നു എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? 100 രൂപേനേക്കാളും കുറച്ച് വാങ്ങിയാൽ നമുക്ക് അത്രത്തോളം ലാഭം, 100 രൂപേനേക്കാളും കയറ്റി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നഷ്ടം. അത്രേ ഉള്ളൂ അതിന്റെ മീനിങ്. അത് yield റേറ്റ്. അതെ അതെ.
ു